ത്തിലേക്ക് എല്ലാ ആദ്യമായി ഈ സേവനം എനിക്ക് നൽകിയ കരമന നീലമാധവ സത്സംഗത്തിനും ഐശ്വര്യ മാതാജിക്കും കഥാമൃത പ്രതിനിധിക്കും എന്റെ നന്ദി അറിയിക്കുന്നു. എന്നിൽ നിന്നും വന്നേക്കാവുന്ന തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും സദയം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് എല്ലാ വൈഷ്ണവരോടും പ്രാർത്ഥിക്കുന്നു. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയ गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरवनचारि यमुनतीरवनचारि जय राध माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव जय राधा माधव जय राधा माधव जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय जगन्नाथ जय बलदेवा जय सुभद्रमयी जय सुदर्शन जय गौरनिताय जय गौरनिताय जय गौरनिता जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा निताय गौर हरि बोल निताय गौर हरि बोल शिल प्रभुपाद की जय शिल गुरुदेव की जय अनंत कोटि वैष्णववृंद की जय ആദ്യമായി എൻ്റെ ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണാബോധത്തിൽ എന്നെ ഇവിടെ വരെ എത്തിച്ച എൻ്റെ എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈഷ്ണവർക്കും ശരിയായ രീതിയിൽ ശരിയായ കാര്യങ്ങൾ എന്നിൽ നിന്ന് വരുന്നതിനായി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനി നമാചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരഗദാമതായ നഗരഗ്രാമതാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി पाश्चात्य देश तारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന 7-ാമത്തെ അധ്യായത്തിലെ 17-18 ശ്ലോകങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്ലോകം വായിക്കാം. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപേ സസാന്ത്വയിത്യാച്യുതമിത്രസൂദഃ അന്വദ്രവദം ശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപൈ സസാന്ത്വയിത്യാച്യുതമിത്രസൂദഃ അന്വദ്രവദം ശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപൈ സസാന്ത്വയിത്യാച്യുതമിത്രസൂദഃ അന്വദ്രവദം ശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. വാക്കുകളുടെ അർത്ഥം. ഇത് അപ്രകാരം പ്രിയാം പ്രിയപ്പെട്ടവൾക്ക്, വൽഗു മധുരം, വിചിത്രം വിചിത്രങ്ങളായ, ജൽപഹൈ പ്രസ്താവനകളാൽ, സാ അദ്ദേഹം, സ്വാന്തയിത്വ തൃപ്തിപ്പെടുത്തുക, അച്യുതമിത്രസൂത അപ്രമാദഗതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ മിത്രവും തേരാളിയുമായി നയിക്കപ്പെടുന്ന അർജുനൻ ദംശിത കവചത്താൽ സംരക്ഷിതനായി, ഉഗ്രധന്വ ഉഗ്രമായ ആയുധങ്ങളാൽ സജ്ജീകൃതനായി, കപിധ്വജ അർജുനൻ, ഗുരുപുത്രം അസ്ത്രശസ്ത്രാചാര്യനായ ദ്രോണപുത്രൻ രഥേന രഥത്തിൽ മുന്നേറി. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. മിത്രവും തേരാളിയുമായ അപ്രമാദഗതിയായ ശ്രീകൃഷ്ണ ഭഗവാനാൽ നയിക്കപ്പെടുന്ന അർജുനൻ അപ്രകാരമുള്ള പ്രസ്താവനകളാൽ പ്രിയപ്പെട്ടവളെ സാന്ത്വനപ്പെടുത്തി. അനന്തരം പടച്ചട്ടയണിഞ്ഞ് ഉഗ്രങ്ങളായ ആയുധങ്ങളുമേന്തി തേരിലേറി അദ്ദേഹത്തിന്റെ ആയോധനാചാര്യ സുതനായ അശ്വത്ഥാമനെ പിന്തുടരാൻ പുറപ്പെട്ടു. അടുത്ത ശ്ലോകം നമ്പർ 18. തമാപദന്തം സവിലക്ഷ്യ ദൂരാൽ കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവൽ പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗതം രുദ്രഭയാദ്യതാകഃ. തമാപദന്തം സവിലക്ഷ്യ ദൂരാൽ കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവൽ പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗതം രുദ്രഭയോദ്യതാകഃ. തമാപദന്തം സവിലക്ഷ്യ ദൂരാൽ കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവൽ പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗതം രുദ്രഭയാദ്യതാകഃ. വാക്കുകളുടെ അർത്ഥം. അദ്ദേഹത്തിന്റെ ആപദന്തം ഉഗ്രരോഷത്തോടെ ആഗതനായി, സ അദ്ദേഹം, വിലക്ഷ്യ ദർശിക്കുന്നു, ദൂരാൽ ദൂരത്തു നിന്നും, കുമാരഹ രാജകുമാരന്മാരുടെ ഘാതകൻ, ഉദ്വിഗ്നമന മനസ്സ് പ്രക്ഷുബ്ധമായ, രഥേന രഥത്തിൽ, പരാദ്രവൽ പലായനം ചെയ്തു, പ്രാണ ജീവൻ, പരീപ്സു സംരക്ഷത്തിനായി, ഉരവ്യാം അതിവേഗത്തിൽ, യാവൽ ഗമം അദ്ദേഹം പലായനം ചെയ്ത പോലെ, രുദ്രഭയാൽ ശിവഭയത്താൽ, യഥാ അതുപോലെ, കാഹ ബ്രഹ്മ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. രാജകുമാരന്മാരുടെ ഘാതകനായ അശ്വത്ഥാമാവ് അർജുനൻ അവന്റെ നേരെ പാഞ്ഞു വരുന്നത് വളരെ ദൂരെ നിന്നും വീക്ഷിക്കുകയാൽ സംഭ്രാന്തനായി പ്രാണരക്ഷാർത്ഥം ബ്രഹ്മാവ് ശിവഭയത്തിൽ നിന്ന പോലെ അവന്റെ രഥത്തിൽ കയറി പലായനം ചെയ്തു. ഭാവാർത്ഥം. ക അഥവാ അർക്ക സംബന്ധിച്ച പുരാണങ്ങളിൽ 2 നിർദ്ദേശങ്ങളുണ്ട്. ക എന്നാൽ ബ്രഹ്മാവ്. ഒരിക്കൽ തന്റെ പുത്രിയിൽ വ്യാമോഹിതനായ ബ്രഹ്മാവ് അവളെ അനുഗമിക്കുകയുണ്ടായി. ഇത് ദർശിച്ച് രോഷാകുലനായ ശിവദേവൻ ത്രിശൂലത്താൽ ബ്രഹ്മദേവനെ ആകർഷിച്ചു. ഭയചകിതനായ ബ്രഹ്മദേവൻ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. അർക്കത്തെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള പരാമർശം വാമന പുരാണത്തിലുണ്ട്. സ്വർണപ്രഭ ചൊരിയുന്ന വിമാനത്താൽ സമ്മാനിതനായ
വിദ്യുന്വാലി എന്നു പേരായ അസുരൻ സൂര്യദേവന് പിറകെ സഞ്ചരിച്ചപ്പോൾ ആ വിമാനത്തിന്റെ കനകപ്രഭയാൽ നിശാവേള അപ്രത്യക്ഷമായി. ആകയാൽ സൂര്യദേവൻ രോഷാകുലനായി തീരുകയും അദ്ദേഹത്തിന്റെ അത്യുഗ്ര രശ്മികളാൽ വിമാനത്തെ ഉരുക്കിക്കളയുകയും ചെയ്തു. ഈ സംഭവം ശിവഭഗവാനെ കോപാക്രാന്തനാക്കി തീർത്തു. അനന്തരം ശിവഭഗവാൻ സൂര്യദേവനെ ആക്രമിക്കുകയും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത സൂര്യദേവൻ അവസാനം കാശിയിൽ വാരണാസി നിലംപതിക്കുകയും ആ സ്ഥലം ലോലാർക്ക എന്ന് പ്രസിദ്ധിയാർജിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തില് 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വ്യാസദേവൻ എങ്ങനെയാണ് ധ്യാനനിരതനായി ഭാഗവതം രചിച്ചത്, 2 പാണ്ഡവരുടെ മക്കൾ വധിക്കപ്പെടുന്നു, 3 അശ്വത്ഥാമാവ് എങ്ങനെയാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് കഴിഞ്ഞ ഭാഗത്തേക്കൊന്ന് നോക്കാം. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ നൈമിഷാരണ്യത്തിൽ സന്നിഹിതരായിരുന്ന ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോട് ഇപ്രകാരം ആരാഞ്ഞു: ശ്രേഷ്ഠനും അതീന്ദ്രിയമായി അതിപ്രബലനുമായ ശ്രീ വ്യാസദേവൻ ശ്രീ നാരദ മഹർഷിയിൽ നിന്നും ശ്രീമദ് ഭാഗവത രചനയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നാരദ മഹർഷി മടങ്ങിപ്പോയതിനു ശേഷം എന്താണ് ചെയ്തത്? അതിനുള്ള ഉത്തരമായി സൂത ഗോസ്വാമി അരുളി ചെയ്യുന്നു: ശ്രീല വ്യാസദേവൻ ഋഷിമാരുടെ അതീന്ദ്രിയ ശക്തികളെ ഉണർത്തുന്ന സരസ്വതി നദിയുടെ തീരത്തുള്ള ശ്യാമപ്രാസയിലെ തന്റെ ആശ്രമത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനനിരതനായി. ഈ ധ്യാനത്തിന് ഭൗതികതയുമായി ഒരു ബന്ധവുമില്ലെന്ന് എടുത്തു പറയുന്നു. ഭക്തിയോഗത്തിലൂടെ ധ്യാനത്തിൽ ഏകാഗ്രചിത്തനായിരുന്ന വ്യാസദേവന് പരമദിയോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ബഹിരംഗ ശക്തി സമേതം ദർശനം നൽകി. അങ്ങനെ വ്യാസദേവൻ പ്രാഥമികമായി ബദ്ധാത്മാക്കളുടെ യഥാർത്ഥ രോഗത്തിന്, അതായത് ബദ്ധാത്മാക്കളുടെ അസ്തിത്വം ബഹിരംഗ ശക്തിയാൽ വ്യാമോഹിതരാകുന്ന രോഗത്തിന് നിദാനമെന്തെന്ന് നിർണയിച്ചു. മായയുടെ ബന്ധനത്തിൽ തപിക്കുന്ന മനുഷ്യരാശിയുടെ പരമപരിഹാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജീവസത്തകളുടെ ഭൗതിക ക്ലേശങ്ങൾ ഭക്തിയുത സേവനത്താൽ ലഘൂകരിക്കാൻ സാധ്യമാണ്. പക്ഷേ ഇതറിയാത്ത സാമാന്യ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രീല വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചു. ശ്രീമദ് ഭാഗവതം 1.7.6 ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു: ശ്രീല വ്യാസദേവൻ സർവശ്രേഷ്ഠനും സർവദാ പരിപൂർണനായ പരമദിവ്യോത്തമ പുരുഷനെ ദർശിച്ചു. അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, പ്രാന്തീയ ശക്തി, വിവിധ അവതാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പൂർണ്ണ അംശങ്ങളുടെ അംശങ്ങൾ ബഹിരംഗ ശക്തിയാൽ സംഭ്രാന്തരാക്കപ്പെട്ട ബദ്ധാത്മാക്കളുടെ അനാവശ്യമായ ക്ലേശങ്ങളെയും സവിശേഷമായി കാണുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ സവിശേഷമായി കാണുക എന്നത് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിനൊടുവിൽ ഭക്തിയുത സേവനമെന്ന അതീന്ദ്രിയ പ്രക്രിയയാണ് ഈ ക്ലേശങ്ങളെ നീക്കുന്നതിനുള്ള പരിഹാര പ്രക്രിയ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ശ്രീമദ് ഭാഗവതം എന്ന മഹത് ഗ്രന്ഥം രചിച്ചു. എന്നിട്ട് അത് പുനഃപരിശോധിച്ച് ന്യൂനതകൾ തീർത്ത് സ്വന്തം പുത്രനും പ്രതിജ്ഞാബദ്ധനായി ആത്മാസാക്ഷാത്കാരത്തിൽ നിയുക്തനുമായ ശ്രീല സുഖദേവ ഗോസ്വാമിയെ അഭ്യസിപ്പിച്ചു. സ്വന്തം പുത്രനായതുകൊണ്ടല്ല അദ്ദേഹം സുഖദേവ ഗോസ്വാമിയെ ഭാഗവതം അഭ്യസിപ്പിച്ചത്, ആത്മസാക്ഷാത്കാരത്തിൽ പ്രതിജ്ഞാബദ്ധനായി നിയുക്തനായതുകൊണ്ടാണ് എന്ന് പറയുന്നു. ആത്മജ്ഞാനപരമായി പ്രബലനും ഭഗവത് ഭക്തർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്ന ശുകദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിന്റെ ശിക്ഷണത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം സൂത ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന്റെ ജന്മം, കർമ്മം, പരിത്രാണം എന്നിവയെക്കുറിച്ചും ശ്രീ പാണ്ഡുപുത്രന്മാരുടെ ജീവത്യാഗത്തിന് കാരണമായ വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കാൻ ആരംഭിച്ചു. കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും വീരയോദ്ധാക്കളെല്ലാം വീരമൃത്യു വരിച്ചു. ഭീമന്റെ ഗദാപ്രഹരമേറ്റ് തുടയല്ലു തകർന്ന ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായി കൗരവപക്ഷത്ത് അവശേഷിച്ച 3 പേരിൽ അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപാചാര്യൻ, ഇവരിൽ അശ്വത്ഥാമാവ് ദ്രൗപദിയുടെ ഉറങ്ങിക്കിടന്നിരുന്ന 5 കുഞ്ഞുങ്ങളെ ശിരച്ഛേദം ചെയ്ത് വധിക്കുക എന്ന നിഷ്ഠുരമായ പാതകം ചെയ്തു. എന്നിട്ട് ആ ശിരസുകൾ യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധനന് ഉപഹാരമായി സമർപ്പിക്കുക എന്ന വിഡിത്തവും ചെയ്തു. അശ്വത്ഥാമാവിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദുര്യോധനൻ ആ കൊടും പാതകത്തെ നിരാകരിച്ചു എന്ന് മാത്രമല്ല, അല്പം പോലും പ്രീതനായില്ല എന്നും പറയുന്നു. തന്റെ പുത്രന്മാരുടെ നിഷ്ഠുരമായ വധത്തെക്കുറിച്ച് അറിഞ്ഞ് വിലപിക്കാൻ തുടങ്ങിയ ദ്രൗപദിയെ അശ്വത്ഥാമാവിന്റെ ശിരച്ഛേദം ചെയ്ത് കൊണ്ടുവന്ന് ദ്രൗപദിക്ക് സമ്മാനിച്ച ശേഷം
ദ്രൗപദിയുടെ അശ്രുക്കൾ തുടയ്ക്കാമെന്ന് അർജുനൻ ശപഥം ചെയ്തു. പുത്രന്മാരുടെ ചിത ദഹിപ്പിച്ചതിന് ശേഷം ബ്രാഹ്മണപുത്രന്റെ ശിരസിൽ ചവിട്ടി നിന്ന് ദ്രൗപദിക്ക് സ്നാനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അർജുനൻ സാന്ത്വനിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോക നമ്പർ 70. ഇതി പ്രിയാംബൽ വിചിത്രജൽപൈ സസാന്ത്വയിത്യാച്യുതമിത്രസൂദഃ അന്വദ്രവദം ശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. മിത്രവും തേരാളിയുമായ അപ്രമാദഗതിയായ ശ്രീകൃഷ്ണ ഭഗവാനാൽ നയിക്കപ്പെടുന്ന അർജുനൻ അപ്രകാരമുള്ള പ്രസ്താവനകളാൽ പ്രിയപ്പെട്ടവളെ സാന്ത്വനപ്പെടുത്തി അനന്തരം പടച്ചട്ടയണിഞ്ഞ് ഉഗ്രങ്ങളായ ആയുധങ്ങളുമേന്തി തേരിലേറി അദ്ദേഹത്തിന്റെ ആയോധനാചാര്യനായ ആര്യസുതനായ അശ്വത്ഥാമാവിനെ പിന്തുടരാൻ പുറപ്പെട്ടു. ഗൗരംഗ ദർശൻ പ്രഭുവിന്റെ ഈ ശ്ലോകത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നു: ശ്രീമദ് ഭാഗവതം മുഴുവൻ പറയുന്നത് ഭഗവാന്റെ കാര്യങ്ങളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ഹീറോ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭാഗവതത്തിന്റെ ആദ്യത്തെ അധ്യായം മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ഭഗവാനെ കുറിച്ച് തത്വത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഏതേതാംശു കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാൻ ഒരു ക്യാരക്ടറായിട്ട്, ഒരു വ്യക്തിയായിട്ട് ആദ്യമായിട്ട് പ്രത്യക്ഷമാവുന്നത് ഈ ശ്ലോകത്തിലാണ്. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ സ്വയമായി വന്നിട്ടുള്ള ഒരു ലീല ആദ്യമായിട്ട് വരുന്ന ശ്ലോകം ഈ 1:7-17 സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഹീറോ വരുമ്പോൾ ആ ഹീറോക്കായിരിക്കും പ്രാധാന്യം. പക്ഷെ ഭാഗവതത്തിൽ ഭഗവാനെ നമ്മൾ ആദ്യം കാണുന്ന ഈ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് പ്രകടമായി കാണപ്പെടുന്നത്. ഭഗവാനല്ല ഇതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഭക്തനാണ്. ഭഗവാന്റെ ഭക്തനും സഖാവുമായ അർജുനനാണ് പ്രാമുഖ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർജുനന്റെ സുഹൃത്തും തേരാളിയുമായിട്ട് ഭഗവാൻ ഉണ്ടെന്നാണ്. ഭഗവാൻ എപ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ സേവ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അതും ഏറ്റവും താഴേക്കിടയിലുള്ള സേവകനായിട്ട്. അർജുനൻ ഇവിടെ ഒരു പ്രതിജ്ഞ എടുക്കുന്നു: തങ്ങളുടെ പുത്രന്മാരുടെ ഘാതകനായ അശ്വത്ഥാമാവിനെ പിന്തുടർന്ന് വധിക്കും. എന്നിട്ട് ആ ശിരസ് കൊണ്ടുവന്ന് അതിൽ ചവിട്ടി നിന്ന് പുത്രന്മാരുടെ ചിത ദഹിപ്പിച്ചതിന് ശേഷം സ്നാനം ചെയ്യാനായി ദ്രൗപദിക്ക് സമ്മാനിക്കും. അങ്ങനെയാണ് അർജുനൻ ദ്രൗപദിയെ സാന്ത്വനിപ്പിച്ചത്. ക്ഷത്രിയനായ അർജുനൻ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുക സ്വാഭാവികവുമാണ്. അങ്ങനെ ഉഗ്രങ്ങളായ ആയുധങ്ങളുമായി അശ്വത്ഥാമാവനെ പിന്തുടരാൻ തുടങ്ങുന്ന അർജുനന്റെ അടുക്കൽ ഭഗവാൻ എത്തുന്നു. ശരി, നീ പ്രതിജ്ഞ എടുത്തുവല്ലോ, ഞാൻ രഥവുമായി വരാം, നമുക്ക് പോവാം എന്ന് പറഞ്ഞ ഭഗവാൻ അവിടെ അർജുനന്റെ സാരഥിയായിട്ട് വരുന്നു. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നമ്മൾ ഭഗവാനെ അർജുനന്റെ സാരഥിയായിട്ടാണ് കാണുന്നത്. അതായത് ഭക്തന്റെ സേവകൻ, പാർത്ഥസാരഥി. ഭഗവാൻ വൈകുണ്ഠ ലോകങ്ങളിൽ പല രൂപങ്ങളിലാണ് ഉള്ളതെന്ന് പറയുന്നു. അതുപോലെ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് വിരാജിക്കുന്ന ഒരു വൈകുണ്ഠ ലോകവുമുണ്ട്, പാർത്ഥസാരഥി ലോകം. ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ഒരു എറ്റേണൽ ഫോം ആണ് പാർത്ഥസാരഥി. ഭഗവാൻ പലതവണ അർജുനന് വേണ്ടി സാരഥിയായിട്ടും ആയിട്ടുണ്ടല്ലോ. ഭീഷ്മദേവൻ ഭഗവാനെ ഈ പാർത്ഥസാരഥി രൂപത്തിൽ കാണാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പറയുന്നു. സരസയിൽ കിടക്കുന്ന ഭീഷ്മദേവനെ കാണാൻ ചെന്ന പാണ്ഡവരോട് അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ അവർക്ക് വേണ്ടി, പാണ്ഡവർക്ക് വേണ്ടി എന്ത് സേവനമാണ് ചെയ്യാത്തതായിട്ടുള്ളത്? ഭഗവാൻ മിത്രമായിട്ടും സഖാവായിട്ടും സാരഥിയുമായിട്ടും അനുജനായിട്ടും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സേവനങ്ങൾ പാണ്ഡവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. യുധിഷ്ഠിരന്റെ അടുത്ത് ഭഗവാൻ അനുജനെ പോലെയാണ് പെരുമാറിയിരുന്നത്. നമുക്കറിയാം, രാജസൂയ യജ്ഞത്തിന്റെ സമയത്ത് ഭഗവാനായിരുന്നു സ്വാഗത സംഘത്തിന്റെ കൺവീനർ അല്ലെങ്കിൽ ഇൻചാർജ്. അതിഥികളെ സ്വീകരിക്കാനും പാദം കഴുകാനും ചെരുപ്പ് സൂക്ഷിക്കാനും ഒക്കെയുള്ള സേവനം ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടി ചെയ്തു. യുധിഷ്ഠിരൻ പറയും, ഭഗവാൻ ഒരു അനുജനെ പോലെ അനുസരിക്കും. അത്തരത്തിലുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ പോകുന്നത്. ഭഗവത്ഗീത മനസ്സിലാക്കിയിട്ടുള്ള ഭക്തന്മാർ പാർത്ഥസാരഥി രൂപം ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ശ്രീരംഗത്തുണ്ടായിരുന്ന എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ബ്രാഹ്മണൻ ഭഗവത്ഗീതയിലെ പാർത്ഥസാരഥി രൂപം നോക്കി കരഞ്ഞുകൊണ്ടിരുന്നത് ചൈതന്യ മഹാപ്രഭു കണ്ട കാര്യം ചൈതന്യ ചരിതാമൃതത്തിലുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിരുന്നു. ഭഗവാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അതിലേറ്റവും മുന്നിട്ട് കാണുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യമാണ്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ കാണുന്നത് തന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ എങ്ങനെ സേവനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഭഗവാൻ തന്നെയാണ് ശ്രീലദേവനായിട്ട് വന്നിരുന്ന ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്.
ഒരു സാധാരണ വ്യക്തി തന്നെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം പുകഴ്ത്തി പറയും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഥ എഴുതുമ്പോൾ അതിലെ നായകന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ തന്റെ ഭക്തന്മാർക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെ പേര് ചേർത്ത് വിളിക്കുന്നതാണ് ഇഷ്ടം. അത് രാധാമാധവ്, രാധാ ശ്യാം സുന്ദർ എന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് മാധവ്, ശ്യാം സുന്ദരൻ എന്നൊക്കെ വിളിക്കുന്നതിനേക്കാളും ഒക്കെ ഭഗവാന് കൂടുതൽ ഇഷ്ടം ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ള ഭക്തന്റെ പേര് ചേർത്ത് വിളിക്കുന്നതാണ്. നരസിംഹദേവ് എന്ന് വിളിക്കുന്നതിനേക്കാൾ പ്രഹ്ലാദ് നരസിംഹ എന്ന് വിളിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം വരുന്നത്. ഭഗവാന് ഭക്തനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അനേകം പേരുകളുണ്ട്. അതാണ് പാർത്ഥസഖ, വിജയസഖ, പാർത്ഥസാരഥി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇവിടെ ഈ ശ്ലോകത്തിൽ അർജുനന് ഭഗവാനെ ചേർത്തിട്ടുള്ള പേരാണ് പറഞ്ഞിരിക്കുന്നത്. അച്യുത മിത്ര സൂത. അച്യുതൻ മിത്രവും സൂതനും ആയിട്ടുള്ള അച്യുതൻ മിത്രവും സൂതനുമായിട്ടുള്ള അർജുനൻ, അതായത് സാരഥിയും ആയിട്ടുള്ള അർജുനൻ. ഭക്തന്മാരുടെ പേര് ചേർത്ത് ഭഗവാനെയും ഭഗവാന്റെ പേര് ചേർത്ത് ഭക്തന്മാരെയും പറയുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് വ്യാസദേവൻ ഇത് എഴുതിയിരിക്കുന്നത്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി. നമുക്കറിയാം എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഭഗവാനാണെന്ന്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ പദ്ധതിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭഗവാൻ അറിയാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം ചർച്ച ചെയ്തപ്പോൾ ഹിസ് ഗ്രേസ് നരഹരി കൃഷ്ണദാസ് പ്രഭു പറഞ്ഞു, ദ്രൗപദിയുടെ കുട്ടികൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ വധിക്കപ്പെടാതെ മഹാദേവനാൽ സംരക്ഷിക്കപ്പെട്ടത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന്. യുദ്ധം അവസാനിച്ചതിന് ശേഷം അവരെ വധിക്കാൻ മഹാദേവൻ അശ്വത്ഥാമാവിനെ സഹായിച്ചതും ഭഗവാന്റെ ഇച്ഛയായിരുന്നു. ഭഗവാന്റെ വ്യക്തമായ പ്ലാൻ എല്ലാത്തിലുമുണ്ട്. ദ്രൗപദിയുടെ പുത്രന്മാർ യുദ്ധാവസാനം വരെ സുരക്ഷിതരായി ഇരുന്നാൽ മാത്രമേ വീര്യം നഷ്ടപ്പെടാതെ പതറാതെ യുദ്ധസന്നദ്ധരായി പാണ്ഡവർ യുദ്ധത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ. യുദ്ധാവസാനം പാണ്ഡവപുത്രന്മാർ വധിക്കപ്പെട്ടാൽ മാത്രമേ യുധിഷ്ഠിര മഹാരാജാവിന്റെ പിൻഗാമിയായി പൗത്രനായ മഹാഭക്തനായ പരീക്ഷിത് മഹാരാജാവ് സിംഹാസനാരൂഢനാവുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ തുടർന്ന് പരീക്ഷിത് മഹാരാജാവിന് മഹർഷിപുത്രന്റെ ശാപമേൽക്കാനും ശുകദേവ മഹർഷിയിൽ നിന്നുള്ള ഭാഗവത ശ്രവണവും സാധ്യമാവുകയായിരുന്നു. നിഗമ കൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാമൃതദ്രവ സംയുതം. ശുകദേവ ഗോസ്വാമിയുടെ മുഖത്തു നിന്നും വരുന്ന അമൃത തുല്യമായ ഭാഗവതം ഭക്താത്മാക്കളുടെ ക്ലേശങ്ങൾക്ക് പരിഹാരമായി സാമാന്യ ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു. എന്നിട്ടും ഇത്രയും നിഷ്ഠുര കൃത്യം ചെയ്ത അശ്വത്ഥാമാവിന് ഭഗവാൻ അടുത്ത വ്യാസദേവനായിട്ടുള്ള പദവി നൽകി. അതും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് ഉദാഹരണമാണ്. ദ്രോണാചാര്യരുടെ അടുത്ത് അയോധന വിദ്യ അഭ്യസിക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ് അർജുന നൽകിയ സേവനം ഭഗവാൻ കണക്കിലെടുക്കുകയും അശ്വത്ഥാമാവിന്റെ ശിക്ഷാവിധി അവസാനിക്കുമ്പോൾ അടുത്ത വ്യാസദേവൻ എന്ന പദവിക്ക് അർഹനാക്കുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. തമാബദന്തം സവിലക്ഷ്യ ദൂരാൽ കുമാരഹോദ്വിഗ്നമനാരഥേന പരാദവൽ പ്രാണപരീപ്സുരർവ്യാം യാവത് രുദ്രഭയാത്യതാഗ. രാജകുമാരന്മാരുടെ ഘാതകനായ അശ്വത്ഥാമാവ് അർജുനൻ അവന്റെ നേരെ പാഞ്ഞു വരുന്നത് വളരെ ദൂരെ നിന്നും വീക്ഷിക്കുകയാൽ സംഭ്രാന്തനായി പ്രാണരക്ഷാർത്ഥം ബ്രഹ്മാവ് ശിവഭയത്തിൽ നിന്ന പോലെ അവന്റെ രഥത്തിൽ കയറി പലായനം ചെയ്തു. ഇവിടെ അശ്വത്ഥാമാവിന് അറിയാമായിരുന്നു താൻ ചെയ്ത കൊടുംപാതകത്തെ കുറിച്ച് അറിയുമ്പോൾ അർജുനൻ കോപാകുലനായി തന്നെ വധിക്കാനായി വരുമെന്ന്. അതുകൊണ്ട് അർജുനനെ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ട മാത്രയിൽ സ്വന്തം പുത്രിയായ സരസ്വതി ദേവിയിൽ മോഹിതനായി അവളുടെ പുറകെ പാഞ്ഞ ബ്രഹ്മാവിനെ കണ്ട് കോപാകുലനായി ബ്രഹ്മാവിന്റെ പുറകെ ത്രിശൂലവുമായി മഹാദേവൻ ആക്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടിയ ബ്രഹ്മാവിനെ പോലെയാണ് പ്രാണരക്ഷാർത്ഥം അശ്വത്ഥാമാവ് ഓടിയതെന്ന് ഇതിന്റെ ഭാവാർത്ഥത്തിൽ ശില പ്രഭുപാദ് പറയുന്നു. മറ്റൊന്ന്, സുവർണ ശോഭയുള്ള രഥവുമായി സൂര്യദേവന് പുറകെ പോയ വിദ്യുന്മാലി എന്ന അസുരന്റെ രഥം തന്റെ ഉഗ്രരശ്മികളാൽ സൂര്യദേവൻ കരിച്ചു കളഞ്ഞപ്പോൾ കോപാകുലനായി സൂര്യദേവനെ ആക്രമിച്ച മഹാദേവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ സൂര്യദേവന്റെ പലായനത്തോടും അതിനെ ഉപമിച്ചിരിക്കുന്നു.
ഈ ശ്ലോകത്തെക്കുറിച്ച് ശ്രീല പ്രഭുപാദ് തന്റെ പ്രഭാഷണത്തിൽ പറയുന്നത്, വളരെ ദൂരെ നിന്ന് തന്നെ അർജുനനെ കണ്ട മാത്രയിൽ അർജുനനിൽ നിന്ന് രക്ഷപ്പെടാനായി അശ്വത്ഥാമാവ് വളരെ വേഗത്തിൽ ഓടി. ആപദന്തം സവിലക്ഷ്യ ദൂരാത്. ഇതാണ് ദേഹാത്മബുദ്ധി അഥവാ ബോഡ്ലി കോൺസെപ്റ്റ് എന്ന് പ്രഭുപാദ് പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദുർവാസ മുനി ഒരു കാരണവുമില്ലാതെ ഭഗവത് ഭക്തനായ അംബരീഷ മഹാരാജാവിനോട് കോപാകുലനായി അദ്ദേഹത്തെ കൊല്ലാനായി തുടങ്ങിയപ്പോൾ അംബരീഷ മഹാരാജാവ് ഭയപ്പെട്ടതേയില്ല. അതാണ് ശരീരബോധത്തിലുള്ള ഒരു വ്യക്തിയും ഒരു മുക്താത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പ്രഭുപാദ് പറയുന്നു. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ കഴിയും. പ്രഹ്ലാദ് മഹാരാജാവ് എത്രയോ പ്രാവശ്യം തന്റെ പിതാവായ ഹിരണ്യകശിപുവിനാൽ വധിക്കപ്പെടാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും അദ്ദേഹം ഭയന്നില്ല. കുട്ടിയായിരുന്നു, എന്നിട്ട് പോലും ഭയന്നില്ല. പൂർണ്ണമായും ഭഗവാനിൽ വിശ്വസിച്ചു. ഇതാണ് ഒരു സാധാരണ വ്യക്തിയും ഉന്നത ഭക്തനും തമ്മിലുള്ള വ്യത്യാസം. ധീരസ്തത്രന മുഹ്യതി. ഭഗവത്ഗീത 2:13 ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്രന മുഹ്യതി. അതായത് മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഈ ദേഹം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരാൾ മരണത്തെ ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ ആത്മാവ് ശരീരം വിട്ടു പോകുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ്. 10,000 തേളുകൾ ഒന്നിച്ചു കടിക്കുമ്പോഴുണ്ടാകുന്ന വേദന, അങ്ങനെയാണ് ശാസ്ത്രങ്ങൾ ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോഴുണ്ടാകുന്ന വേദനയെക്കുറിച്ച് പറയുന്നത്. ഇനി മരണം എത്രമാത്രം വേദനാകരമാണോ അതുപോലെ തന്നെ ജനനവും വേദനാകരമാണ്. ഭഗവത്ഗീത 13:9 ഭഗവാൻ പറയുന്നു, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ജന്മം, മൃത്യു, ജരാവ്യാധി എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ വരുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ക്ലേശങ്ങളാണ്. വളരെ വലിയ ക്ലേശം തന്നെയാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ബുദ്ധിശാലികളാണെന്നുണ്ടെങ്കിൽ അതിന് മുൻതൂക്കം നൽകി ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ ഇനിയും വരാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന് ശ്രദ്ധിക്കണം. താൽക്കാലികങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പുറകെ പാഞ്ഞ് അതിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുന്നതിന് പകരം ഏതൊരു വിധേനയും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ 4 ക്ലേശങ്ങളിൽ നിന്നും, ജന്മ മൃത്യു ജരാവ്യാധി, ജന്മം തോറും വന്നുകൊണ്ടേയിരിക്കുന്ന ഈ കഷ്ടങ്ങളിൽ നിന്നും, ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ശ്രമം മുഴുവൻ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് ബുദ്ധിശാലികൾ ഈ കാര്യങ്ങൾ, ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. ശ്രീമദ് ഭാഗവതം 6:17-28 നാരായണ പരാ സർവേ നകുദശ്ചന ബിഭ്യതി. നാരായണ പര, അതായത് നാരായണനെ ആശ്രയിക്കുന്നവൻ അദ്ദേഹം ഒരിക്കലും ഭയപ്പെടുന്നില്ല. മരണം വരും, അത് ശരിയാണ്, വരട്ടെ, അതിനെന്താണ് പ്രശ്നം? അങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ ഈ ശരീരം ഉപേക്ഷിച്ച ശേഷം ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് പോവും എന്ന് അയാൾക്ക് അറിയണം. അങ്ങനെയുള്ള ഒരാൾക്ക് മരണഭയം ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളാണ് ധീര. ധീരസ്തത്രന മുഹ്യതി. അപ്പോൾ ചില പ്രഭുപാദ് പറയുന്നു, നമ്മൾ ധീരരാകണം. അങ്ങനെയായാൽ മാത്രമേ നമുക്ക് മരണഭയത്തെ അതിജീവിക്കാൻ കഴിയൂ. ധീര എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ ഒരിക്കലും അതുകൊണ്ട് അസ്വസ്ഥരാവുകയില്ല. വിഷമത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അങ്ങനെയുള്ളവർ ഒരിക്കലും ഒന്നിലും അസ്വസ്ഥരാവുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു നാച്ചുറൽ കലാമിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉത്കണ്ഠാകുലരാകാൻ തുടങ്ങും, അല്ലെ? കെട്ടിടം ഇടിഞ്ഞ് തലയിൽ വീഴുമോ, അല്ലെങ്കിൽ വെള്ളം കയറി മുങ്ങിപ്പോകുമോ, അങ്ങനെയൊക്കെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ധീരസ്തത്രന മുഹ്യതി, അതിലൊന്നും ധീരന്മാർ പതറില്ല. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലൂടെ അധീരന്മാർ ധീരന്മാരായി തീരും. അതാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രയോജനം. കൃഷ്ണോർ കീർത്തന ഗാനനർത്തനപരൗ പ്രേമാമൃതാംഭോനിധി ധീരാധീര ജനപ്രിയൗ പ്രിയകരൗ നിർമ്മൽസരൗ പൂജിതൗ വന്ദേ രൂപ സനാതന രഘുയുഗൗ ശ്രീജീവ ഗോപാലകൗ. അതായത് കൃഷ്ണാവബോധ പ്രസ്ഥാനം 2 തരത്തിലുള്ള ആളുകൾക്കും, ധീരന്മാർക്കും അധീരന്മാർക്കും സന്തോഷം നൽകുന്നു. ധീര ജനപ്രിയകരവും നിർമ്മൽ സരാം പൂജിതവും. എല്ലാവരും തന്നെ അധീരരാണ്.
ആർക്കാണ് മരണഭയമില്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. കാരണം അത് അത്രമാത്രം വേദനാകരമാണ്. ഭൗതികമായി നമ്മൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആകുന്നു അതിനനുസരിച്ച് അത് അത്രമാത്രം വേദനാജനകമായിരിക്കും. പക്ഷെ എല്ലാവരും എന്നല്ല, ആരും തന്നെ അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ കഷ്ടത ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. ഏറെക്കാലം വേദന അനുഭവിച്ച് കോമയിലായിട്ടും കിടപ്പിലായിട്ടും ഒക്കെ ആളുകൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ജനനത്തിനും വേദനയുണ്ട്, മരണത്തിനും വേദനയുണ്ട്, വാർദ്ധക്യത്തിനും വേദനയുണ്ട്, അസുഖത്തിനും വേദനയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അധീരന്മാരിൽ നിന്നും ധീരരാകാൻ പരിശീലിക്കണം. എന്നല്ല, പരിശീലിച്ചു കൊണ്ടേയിരിക്കണം. ആ പരിശീലനമാണ് ആത്മീയ പഠനം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കുറച്ച് ദിവസം കൊണ്ടോ തീരുന്ന കാര്യമല്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മുടെ ഈ കഷ്ടതകളെല്ലാം ഇന്ദ്രിയാസ്വാദനം കൊണ്ട് വന്നു ചേരുന്നവയാണ്. ഇന്ദ്രിയങ്ങൾ ഭൗതിക പ്രകൃതിക്ക് അടിപ്പെട്ടവയാണ്. അപ്പോൾ നമ്മൾ ഭൗതിക പ്രകൃതിക്ക് ഉപരിയാവണം. എങ്കിൽ മാത്രമേ ധീരരാകൂ. അല്ലാത്ത പക്ഷം അധീരരായി തന്നെ തുടരേണ്ടി വരും. ഇവിടെ അശ്വത്ഥാമാവ് വളരെയധികം അസ്വസ്ഥനായിരുന്നു. തമാപദന്തം സ വിലക്ഷ്യ ദൂരാത് കുമാരഹ. ഇതിലെ ഹ എന്ന വാക്ക് ഹനം എന്ന വാക്കിൽ നിന്നും വരുന്നതാണ്. ഹനം എന്ന് പറഞ്ഞാൽ കൊല്ലുക. ഇവിടെ അശ്വത്ഥമ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കുമാരഹ, കുമാരന്മാരുടെ ഘാതകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിഷ്കളങ്കമായ ബാല്യത്തിൽ കുട്ടികൾ വധിക്കപ്പെട്ടു. അപ്പോ നമുക്കറിയില്ല മരണം എപ്പോൾ വരുമെന്ന്. ഒരാൾ കുട്ടിയായിരിക്കാം, ചിലപ്പോൾ വൃദ്ധനായിരിക്കാം. മരണത്തിന് ഒരു നിശ്ചയമില്ല. അതെപ്പോൾ വേണമെങ്കിലും ഏതവസ്ഥയിലും സംഭവിക്കാം. അവൻ കൊച്ചുകുട്ടിയായതുകൊണ്ട് കളിക്കാം, വൃദ്ധനായി, അപ്പോ ഇനി എനിക്ക് നാമം ജപിക്കാം, അങ്ങനെ വിചാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, വൈഷ്ണവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പത്തിലെ കൃഷ്ണാവബോധം പരിശീലിപ്പിക്കണം. കുട്ടികൾക്ക് ഭാഗവത വിദ്യാഭ്യാസം, ഭഗവാനെ മനസ്സിലാക്കുന്നതിനുള്ള വിദ്യാഭ്യാസം നൽകണം. അതതോ ബ്രഹ്മ ജിജ്ഞാസ. കുട്ടികൾ വളരെ വളരെ ജിജ്ഞാസയുള്ളവരാകണം. എന്തിനെക്കുറിച്ച് ജിജ്ഞാസയുള്ളവരാകണം എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് അറിയാൻ ജിജ്ഞാസയുള്ളവരാകണം, ശരീരത്തിനെ കുറിച്ചല്ല. ഈ മനുഷ്യ ജീവിതത്തിൽ ഒരാൾ ആത്മീയ ജീവിതത്തെ കുറിച്ച് താല്പര്യമുള്ളവരാകണം. അതായിരിക്കണം ആദ്യത്തെ വിദ്യാഭ്യാസം. അതാണ് ആവശ്യമുള്ളതെങ്കിലും നിർഭാഗ്യവശാൽ ആ വിദ്യാഭ്യാസം നമുക്ക് ഇന്നില്ല. അതിന് ഒരു ഗുരുവിനെ സമീപിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഭൗതിക ലോകം അന്ധകാരമാണ്. അതുകൊണ്ട് അന്ധകാരാവൃതമായ ഈ ഭൗതിക ലോകത്തിൽ പ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, വൈദ്യുതി, അഗ്നി, എന്തെങ്കിലും പ്രകാശം ആവശ്യമാണ്. ഭൗതിക ലോകം വ്യവസ്ഥാപിതമായി തന്നെ അന്ധകാരമാണ്. അതുകൊണ്ട് വേദങ്ങൾ പറയുന്നു, തമസോമ, അന്ധകാരത്തിൽ കഴിയാതെ ജ്യോതിർഗമയ, പ്രകാശത്തിലേക്ക് പോവുക. ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, കൃഷ്ണ സൂര്യസമ മായ അന്ധകാര, യഹാൻ കൃഷ്ണ തഹാൻ നഹി മായാര അധികാര. കൃഷ്ണനാണ് വെളിച്ചം. കൃഷ്ണനല്ലാത്ത എന്തും സാധാരണവൽക്കരിച്ച് പറഞ്ഞാൽ മായയാണ്, അതായത് അന്ധകാരമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും കൃഷ്ണാവബോധത്തിലായിരിക്കണം, ഒരിക്കലും മായയിലായിരിക്കരുത്. നമ്മൾ ഈ അന്ധകാരത്തെ മറികടക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പദം പദം യത് വിപദം, ശ്രീമദ് ഭാഗവതം 10:14-58. ഇവിടെ അന്ധകാരമാണ്. ഇരുട്ടിലൂടെ നടക്കുന്ന ഓരോ കാൽവെപ്പിലും അപകടം പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ കൃഷ്ണാവബോധം അവലംബിച്ചേ തീരൂ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. സൂര്യപ്രകാശമുള്ളപ്പോൾ അന്ധകാരം ഇല്ലാതാകുന്നു. അതുപോലെ നമ്മുടെ അവബോധത്തിൽ, നമ്മുടെ ബുദ്ധിയിലും ഹൃദയത്തിലും ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടാവുമ്പോൾ അന്ധകാരം ഇല്ലാതാകുന്നു, മായയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നു. സവൈമന കൃഷ്ണ പദാരവിന്ദയോർ, ശ്രീമദ് ഭാഗവതം 9:4-18. അതുപോലെ തന്നെ ഭഗവത്ഗീത 9:34, മന്മനാഭവ മദ്ഭക്തോ. ഭഗവാൻ പറയുന്നു, എന്റെ ഭക്തനാവുക, അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാവും. ഇവിടെ അശ്വത്ഥാമാവ് ബ്രഹ്മബന്ധുവാണ്, ബ്രാഹ്മണപുത്രൻ. ധർമ്മത്തോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം അശ്വത്ഥാമാവിനുണ്ടായിരുന്നു. പക്ഷെ അശ്വത്ഥാമാവ് അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. അശ്വത്ഥാമാവിന്റെ 3 ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്, അദ്ദേഹം ഇമ്മച്ചുവർ ആയിരുന്നു.
രണ്ടാമതായി അദ്ദേഹം യോഗ്യതയില്ലാത്ത ആളായിരുന്നു, അൺക്വാളിഫൈഡ്. മൂന്നാമതായി ഭൗതിക പ്രവൃത്തിയിൽ അല്ലെങ്കിൽ മായയാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. ഹിസ് ഗ്രേസ് ജഗസാക്ഷി പ്രഭുവിന്റെ ഒരു ലെക്ചറിൽ കേട്ടതാണ്, അശ്വത്ഥാമാവിന്റെ പക്വതയില്ലായ്മ മനസ്സിലാക്കാൻ ഒരേ കാര്യത്തോട് ദ്രോണാചാര്യരും അശ്വത്ഥാമാവും പ്രതികരിച്ചത് എങ്ങനെയെന്ന് താരതമ്യം ചെയ്ത് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട ദ്രോണാചാര്യർ എന്തിനേക്കാളുമേറെ പുത്രനെ സ്നേഹിച്ചിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം. പുത്രനോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു അദ്ദേഹം. ആ വാർത്ത കേട്ടയുടൻ അദ്ദേഹം നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ നിന്നും തന്റെ മനസ്സിനെ അടർത്തി മാറ്റി അമ്പും വില്ലും പടച്ചട്ടയുമെല്ലാം താഴെയിട്ട് ആ യുദ്ധഭൂമിയുടെ മധ്യേ അദ്ദേഹം ധ്യാനനിരതനായി. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ മനുഷ്യജന്മത്തിന് തന്റെ കർമ്മങ്ങളെ മറികടക്കാൻ കഴിയില്ല എന്ന സത്യം അദ്ദേഹം ഉൾക്കൊണ്ടു. തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് തന്റെ ശരീരം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. അതേസമയം ദ്രോണാചാര്യർ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ അശ്വത്ഥാമാവ് എങ്ങനെയാണ് പ്രതികരിച്ചത്? വല്ലാതെ കോപാകുലനായി രോഷം പൂണ്ട് ആക്രോശിച്ചു. തന്റെ പിതാവിന്റെ മരണത്തിന് കാരണം അർജുനനും ഭീമനുമാണെന്ന് പറഞ്ഞ് അവരെ വധിച്ച് അവരുടെ രത്നം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അക്രമാസക്തനായി. ഇവിടെ ദ്രോണാചാര്യർ പക്വമതിയായിരുന്നു, അശ്വത്ഥാമാവ് അപക്വമതിയായിരുന്നു, അല്ലെങ്കിൽ ഇമ്മച്ചുർ ആയിരുന്നു. ദ്രോണാചാര്യർ ഒരു വിഷമത്തിന് ആധ്യാത്മികമായ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. അശ്വത്ഥാമാവ് അങ്ങനെ ചെയ്തില്ല. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് കാരണമുണ്ടാകും. ഒന്ന് ഇമ്മീഡിയറ്റ് കോസ്, പെട്ടെന്ന് കാണുന്ന കാരണം. രണ്ടാമത് അൾട്ടിമേറ്റ് കോസ്, അന്തിമമായിട്ടുള്ള കാരണം. ഒരു ഭൗതികവാദി അശ്വത്ഥാമാവിനെ പോലുള്ളവർ ഇമ്മീഡിയറ്റ് കോസ് കാണുന്നു. ആധ്യാത്മികവാദി ദ്രോണാചാര്യരെ പോലെയുള്ളവർ അൾട്ടിമേറ്റ് കോസ് കാണുന്നു. ഇനി അശ്വത്ഥാമാവ് അൺക്വാളിഫൈഡ് ആയിരുന്നു എന്ന് പറയുന്നു അല്ലെ. അശ്വത്ഥാമാവിനെ ദ്രോണാചാര്യർ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും ഏറെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തത്. അശ്വത്ഥാമാവിന്റെ അയോഗ്യത മനസ്സിലാക്കിയിരുന്ന ദ്രോണാചാര്യർ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ പലതവണ അദ്ദേഹം നിരസിച്ചു. പിന്നീട് വീണ്ടും വീണ്ടും അശ്വത്ഥാമാവ് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ആ രഹസ്യമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ദ്രോണാചാര്യരുടെ പുത്രസ്നേഹം ഒന്നു മാത്രമാണ് അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രത്തിന്റെ രഹസ്യമന്ത്രം ലഭിക്കാൻ കാരണമായത്. എന്നിട്ടും അത് തിരിച്ചെടുക്കാനുള്ള കഴിവ് അശ്വത്ഥാമാവിനില്ലായിരുന്നു. തിരിച്ചെടുക്കാൻ അറിയാത്ത ആൾ ബ്രഹ്മാസ്ത്രം പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നറിയാമായിരുന്നിട്ടും അശ്വത്ഥാമാവിന്റെ അയോഗ്യതയാണ് പാണ്ഡവ വംശത്തിന്റെ നാശത്തിനായി ഉത്തരയുടെ ഗർഭത്തിലിരുന്ന പരീക്ഷത്തിന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ഇടയാക്കിയത്. അശ്വത്ഥാമാവ് ഭൗതികതയാൽ വളരെ വേഗം സ്വാധീനിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. അശ്വത്ഥാമാവിന്റെ ഈ ക്വാളിറ്റി ദ്രോണാചാര്യരുമായി താരതമ്യം ചെയ്തു പറയുമ്പോൾ യുദ്ധത്തിന്റെ 11ാം ദിവസം മുതൽ ഭീഷ്മ പിതാമഹന് ശേഷം ദ്രോണാചാര്യനായി കൗരവരുടെ സേനാനായകൻ. അപ്പോൾ ദുര്യോധനൻ വന്ന് ദ്രോണാചാര്യരെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു. അങ്ങാണ് ഞങ്ങളുടെ നായകൻ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് വിജയം നേടിത്തരുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്ലാറ്ററിങ് വേർഡ്സ്. അപ്പോൾ ദുര്യോധനെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്ന ദ്രോണാചാര്യർ പറഞ്ഞു, എന്റെ കർത്തവ്യം, എന്റെ കടമ എന്താണെന്ന് എനിക്കറിയാം, അത് ഞാൻ വളരെ നന്നായിട്ട് തന്നെ ചെയ്യും. അതിനുവേണ്ടി എനിക്ക് പ്രചോദനം നൽകാനായി ഇത്തരം മധുരം പുരട്ടിയ വാക്കുകളുടെ, പ്രശംസകളുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഇതേപോലെ യുദ്ധം 18 ദിവസമായപ്പോൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഹീനമൃത്യു വരിച്ചു. കൗരവപ്പടയിൽ അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപാചാര്യൻ, 3 പേരൊഴികെ ആരും തന്നെ അവശേഷിച്ചിരുന്നില്ല. ഒരു കുളത്തിൽ ഒളിച്ചിരുന്ന ദുര്യോധനന്റെ അടുത്ത് അവിടെ അന്വേഷിച്ചെത്തിയ അശ്വത്ഥാമാവിനോട് ദുര്യോധനൻ പറഞ്ഞു, എന്റെ സൈന്യം, എന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സ്വജനങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ടു. ഹസ്തിനപുരം ഇനി തിരികെ കിട്ടണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല. പക്ഷേ എനിക്ക് പാണ്ഡവരോട് പ്രതികാരം ചെയ്യണം. ഹേ ബ്രാഹ്മണപുത്ര, നീയാണ് എനിക്കെല്ലാം. നീയാണിപ്പോൾ ഹസ്തിനപുരത്തിന്റെ രക്ഷകൻ. നമുക്ക് കിട്ടിയ തിരിച്ചടികൾക്കെല്ലാം നീ പകരം വീട്ടണം. ദുര്യോധനന്റെ ഇത്തരം ജൽപ്പന്നങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട അശ്വത്ഥാമാവ് ദുര്യോധനന്റെ സംതൃപ്തിക്കായി, സന്തോഷത്തിനായി ഉറങ്ങിക്കിടന്നിരുന്ന നിഷ്കളങ്കരായ ദ്രൗപദിയുടെ 5 കുഞ്ഞുങ്ങളെ നിഷ്ഠുരം വധിച്ചു. എന്നിട്ട് തല അറുത്ത് എടുത്ത്
തുടയല് തകർന്നു കിടന്നിരുന്ന ദുര്യോധനന് ഉപഹാരമായി കൊണ്ടുകൊടുത്തു. അത്യന്തം ഹീനവും നിഷ്ഠരവുമായ ആ കൃത്യം ചെയ്യാൻ പാകത്തിന് ഭൗതികതയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നു. അശ്വത്ഥാമ ഒരു ബ്രഹ്മബന്ധു മാത്രമായിരുന്നു. ബ്രാഹ്മണനായിരുന്നിട്ടും അദ്ദേഹം ബ്രഹ്മത്തെ അറിഞ്ഞവനായിരുന്നില്ല. അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവണ്ണം അദ്ദേഹം ഭൗതികതയാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഇനി ഇതിനുള്ള ഒരു ഉത്തരമാണ് അർജുനൻ. ഈ ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യനെ, ഒരു സാധാരണ ഭക്തന് അർജുനൻ പ്രതിനിധാനം ചെയ്യുന്നു. എല്ലാ സാധാരണ മനുഷ്യരെയും പോലെ അർജുനനും ഒരുപാട് ഈഗോയും പൊസസീവ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നതായി മഹാഭാരതം പറയുന്നു. കുറച്ചൊക്കെ ഭാഗവതത്തിലും പറയുന്നുണ്ട്. പേരിനും പ്രശസ്തിക്കുമുള്ള ആഗ്രഹവും ഒക്കെ ഉള്ള ഒരു ഭക്തനായിരുന്നു അർജുനൻ. മഹാഭാരത യുദ്ധം അവസാനിച്ചതിന് ശേഷം ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഇനി ഈ ഗാണ്ഡീവത്തിന്റെ ആവശ്യം എന്താണ്? അത് നീ ഉപേക്ഷിച്ചേക്കുമെന്ന്. ഗാണ്ഡവനം ദഹിച്ചപ്പോൾ അഗ്നിദേവൻ അർജുനൻ സമ്മാനിച്ചതാണ് ഗാണ്ഡീവം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് നിനക്ക് ഉപകരിക്കുമെന്ന്. അതുപോലെ യുദ്ധത്തിൽ അത് അർജുനന് വളരെ പ്രയോജനപ്പെടുകയും ചെയ്തു. പക്ഷേ യുദ്ധത്തിന് ശേഷം അത് ഉപേക്ഷിക്കാൻ ഭഗവാൻ പറഞ്ഞപ്പോൾ ശരി, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഉപേക്ഷിച്ചില്ല. ഗാണ്ഡീവധാരി എന്നറിയപ്പെട്ടിരുന്ന അർജുനൻ അതുമായി വല്ലാതെ അറ്റാച്ച്ഡായി. ഗാണ്ഡീവത്തിനോടും അതിൽ നിന്ന് കിട്ടിയ പ്രശസ്തിയാലും ഒരുപാട് ആകർഷിക്കപ്പെട്ടു. ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും അർജുനൻ അതിന് തയ്യാറായില്ല. ഭഗവാനും അത് ശ്രദ്ധിച്ചു. ഭഗവാൻ പറഞ്ഞു, ഹേ ഗാണ്ഡീവധാരി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യണം. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ എന്റെ രാജ്ഞിമാരെ സംരക്ഷിക്കണം. അർജുനൻ വിചാരിച്ചു, ഭഗവാൻ ഇതെല്ലാം എന്നോട് പറയണം? അതിൽ പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഞാൻ ഇതെല്ലാം ചെയ്യില്ല. പക്ഷെ ഭഗവാൻ പോയി കഴിഞ്ഞ് കുറച്ച് സാധാരണ വേടന്മാർ, കൊള്ളക്കാർ വന്ന് ഭഗവാന്റെ രാജ്ഞിമാരെ തട്ടിക്കൊണ്ടുപോയി. ഒരുപാട് മഹാരഥന്മാരെ, മഹാദേവനെ പോലും ഗാണ്ഡീവം കൊണ്ട് നേരിട്ട അർജുനന് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തിന്? ഗാണ്ഡീവം ഒന്നെടുത്ത് ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. അപ്പോ അർജുനന് മനസ്സിലായി, ഭഗവാൻ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ലല്ലോ. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ഗാണ്ഡീവം കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞത്, ഗാണ്ഡീവധാരി എന്ന പ്രശസ്തനാകാൻ കഴിഞ്ഞതുമെന്ന്. ശ്രീമദ് ഭാഗവതത്തിലെ സന്താനഗോപാലം ലീലയിലും ഇതുപോലെയുണ്ട്. ഇതുപോലെയുള്ള ഈഗോ അർജുനൻ പ്രകടമാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ബ്രാഹ്മണൻ ദ്വാരകയിൽ വന്ന് കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ കുറ്റപ്പെടുത്തിയപ്പോൾ, പ്രശ്നമുണ്ടാക്കിയപ്പോൾ അർജുനൻ പറഞ്ഞു, ഇനി ഉണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്യും എന്ന് പ്രതിജ്ഞയുമെടുത്തു. കൃഷ്ണനും ബലരാമനും രക്ഷപ്പെടുത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ തനിക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. പ്രതിജ്ഞ എടുക്കുന്നതിനും രക്ഷിക്കാമെന്ന് പറയുന്നതിന് മുൻപ് ഭഗവാനോടൊന്നും ആലോചിച്ചതുമില്ല. അവസാനം രക്ഷിക്കാൻ കഴിയാതെ, കൃഷ്ണനും ബലരാമനും കഴിയാത്തത് നിനക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ പോയ ഞാൻ എന്ത് മണ്ടനാണെന്നുള്ള ബ്രാഹ്മണന്റെ പരിഹാസം കേട്ട് പ്രതിജ്ഞ പാലിക്കാൻ കഴിയാതെ നിരാശനായി അഗ്നികുണ്ഡത്തിന് വലം വെച്ച് ദേഹത്യാഗം ചെയ്യാൻ തുടങ്ങിയ അർജുനനെ സാക്ഷാൽ ഭഗവാൻ, സുഹൃത്തും സാരഥിയുമായ ഭഗവാൻ വന്ന് തടഞ്ഞു. ബ്രഹ്മാണ്ടത്തിന്റെ ആവരണം ഭേദിച്ച് വിഷ്ണു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബ്രാഹ്മണന്റെ കുട്ടികളുമായി തിരിച്ചു വന്നു. വാക്കുപാലിക്കാൻ സഹായിച്ചു. അർജുനനെ സംബന്ധിച്ച് എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും വീണ്ടും വീണ്ടും വന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചിരുന്നു. ഭഗവാന്റെ പ്രിയ സുഹൃത്തായിരുന്ന അർജുനൻ ഭഗവാനുമായി എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും വീണ്ടും ഭഗവാനോട് ചേർന്ന് നിന്നു. നമുക്കും അതുപോലെ ഒരുപാട് തെറ്റുകളും പാളിച്ചകളും ഒക്കെ സംഭവിക്കാറുണ്ട്, അല്ലെ? സംഭവിക്കുന്നുണ്ടാകാം. പക്ഷേ ശുദ്ധീകരിക്കപ്പെട്ട് സ്പിരിച്വലി സ്ട്രോങ് ആയി ഒരിക്കലും വിട്ടുപോകാതെ ഭഗവത് ഭക്തന്മാരോടും ഭഗവാനോടും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരി ഭവാംബുദിർവത്സ പദം പരം പദം 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 യത്പിബദം നദേശം. ഇതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുക. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഒരു നൗകയോട് ഉപമിച്ചിരിക്കുന്നു, ഒരു ബോട്ട്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ടുള്ളവർക്ക് ഈ ഭൗതിക സമുദ്രത്തിലെ അന്ധകാരത്തെ ഭയപ്പെടേണ്ടതായിട്ടില്ല.
കലിയുഗം ദോഷങ്ങളുടെ ഒരു ഭണ്ഡാരമാണ്. പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് ഈ കലിയുഗത്തിൽ അധർമ്മത്തിനെതിരായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള കാര്യം പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളാണ് എന്ന്. അതായിരിക്കും ഈ കലിയുഗത്തിൽ ലോ ബുക്സ് ഓഫ് ഫോർ മാൻകൈൻഡ്. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ചൈതന്യ ചരിതാമൃതം ആദിലീല 9:41 ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭാരതഭൂമിതേ ഹൈല മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥക കര പര ഉപകാര. ഭാരതഭൂമിയിൽ ജന്മം ലഭിച്ചിട്ടവൾ ആരെല്ലാമാണോ അവരെല്ലാം അവരുടെ ജന്മം സഫലമാക്കുക, ഒപ്പം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക. ഈ കലിയുഗത്തിൽ പതുക്കെ പോവാൻ വളരെ പ്രയാസമാണ്. കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളും വേഗത്തിൽ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവും ശാസ്ത്രങ്ങളും പടിപടിയായിട്ട് പോകാതെ ഭഗവത് ഭക്തിയുത സേവനത്തിലൂടെ വളരെ പെട്ടെന്ന് നേരിട്ട് തന്നെ ഭഗവാനുമായി ബന്ധത്തിലാകുന്നതിനുള്ള മാർഗം കാണിച്ചു തന്നിരിക്കുന്നത്. കീർത്തന കൃഷ്യയേവസ്യ മുക്ത സംഘ പരംവ്രജേത്. ഭഗവാന്റെ കീർത്തനം നാമജപം ഒന്നുകൊണ്ട് മാത്രം ഭൗതിക ലോകത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മുക്തരായി ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗ്രന്ഥജ ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിച്ച് തിരുത്തി തരിക. എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ പറയുക. ഹരേ കൃഷ്ണ, ഹരിബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, ക്ലാസ് അടിപൊളി. ഞാൻ കുറച്ചേ കേട്ടുള്ളൂ, പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. കുറെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് കേട്ടു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഒന്നുമില്ല മാതാജി, പ്രഭുപാദരുടെ ഗുരുമഹാരാജിന്റെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഭക്തരുടെ കാരുണ്യം അത് മാത്രമേ ഉള്ളൂ. പ്രഭുപാദിന്റെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വായിച്ചു, എന്തൊക്കെയോ മനസ്സിലാക്കി, എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ തന്നെ പേടിയായിരുന്നു. സാധാരണ ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറണം എന്ന് നോക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. പിന്നെ അശ്വര മാതാജിയും കഥാമൃതപ്രദവും കൂടെ പിന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തള്ളിയിട്ടപ്പോ പിന്നെ നീന്തിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ തഴഞ്ഞ് എനിക്ക് വളരെ ഉപകാരമാണ്. ഞാനും പഠിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നു. അതും അവരുടെ കാരുണ്യം. ഹരേ കൃഷ്ണ, ഹരിബോൽ. താങ്ക് യു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. കൊള്ളാം, ഇങ്ങനെയൊക്കെയല്ലേ ക്ലാസ് എടുക്കുന്നത്. കൊള്ളാം, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. പ്രണാം. ഹരിബോൽ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ മാതാജി, ഹരേ ക്ലോസ് ചെയ്യാം. ശരി മാതാജി. താങ്ക് യു മാതാജി. പാവനേഭ്യോ വൈഷ്ണവേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഗുരുദേവ് കി ഹരേ കൃഷ്ണ. ഹരേ താങ്ക് കൃഷ്ണ യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.